എന്താ ആ ബശ കണ്ടോ? ആ ആ ആന്നുണ്ട്. പിന്നെ അതിങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തില്ലേ? കണ്ടില്ലേ? ആന്ന് കൊടുത്തണ്. പിന്നെ അപ്പുറത്തേക്ക് 3 കാര്യത്തുമുക്കാണ് കൊണ്ടുപോണത്. ആ എന്താണ്? ആ ബശ, ആ ബശ. രണ്ടാമത്തെ എന്താണ്? അജീറുൻ. മൂന്നാമത്തതോ? അർഷൻ. എന്താണ്? അർഷൻ. ആ അപ്പൊ ഇവിടെ നമ്മള് ഹംസയാണ് കൊടുത്തത്. അലിഫിന്റെ മേലെ ഹംസ, ഹംസ അലിഫ് ഹംസ അല്ലേ? ഹംസയാണ് ഉള്ളത്. ഹംസ വന്നപ്പോ ആ ആ പുറത്തേക്ക് കാറ്റ് വരുന്നതോ വരാത്തോ? അറിയുമോ? വരുന്നതോ വരാത്തതോ? ഹംസ പറയുമ്പോ കാറ്റ് വരുന്ന നോക്കിയ ആ ഇല്ല. ഞാൻ അപ്പുറത്താ കെട്ടുള്ള ഹാ പറഞ്ഞു നോക്കിയ ഹാ ഹാ കാറ്റ് വരുന്നുണ്ടോ? ഹാ പറഞ്ഞാണി കാറ്റുണ്ടോ? ആ അപ്പൊ ഇവിടെ കണ്ടില്ലേ? കാറ്റുള്ളതും ഉണ്ട്, കാറ്റില്ലാത്തതും ഉണ്ട്. കാറ്റുള്ളതാണ് ഹാ, കാറ്റില്ലാത്താണ് ആ അല്ലേ? അപ്പൊ രണ്ടോടത്തും കാറ്റുള്ളതിന്റെ അടുത്തും കാറ്റില്ലാത്തതിന്റെ അടുത്തും ബശാന്നുണ്ട്. അപ്പൊ അബശ ഹബശ, അബശ ഹബശ. അബശയില് ഹംസ്, ഹബശയിലോ ഹാ അല്ലേ? അല്ലേ? ആ നീ അജീറുൻ ഹജീറുൻ. ഇനി എന്താണ്? അർഷൻ ഹർഷൻ. അപ്പൊ ഉസ്താദ് നേരത്തെ ചോദിച്ച മാതിരി ചോദിക്കട്ടെ. ആ ഞാൻ ആന്റവും പറയും ഹാന്റവും പറയും, ഹംസന്റവും പറയും ഹാന്റവും പറയും. അത് ഹംസ ആണോ ഹാ ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതിട്ടോ. അർഷൻ എന്താണ്? ഹംസല്ലേ? ആ ഹബശ ഏതാണ്? ഹായ് ഏതാണ്? ഹബശ ഏതാണ്? ഹായ്. അപ്പൊ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണില്ലേ? ഞാൻ അടുത്ത് അജീറുൻ ഏതാണ്? ഹംസ. ഹജീറുൻ ഹായ്. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ ഞൗടെ ഹംസ കണ്ടാലും ഹായ് കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവൂലേ? കേട്ടാ മനസ്സിലാവൂലേ? കാണണമെന്ന് മാത്രം കേട്ടാലും മനസ്സിലാവൂലേ? ആ അപ്പൊ ആര് ഉസ്താദാവട്ടെ പെരേന്നാവട്ടെ ആര് ഹംസ പറഞ്ഞാലും ഹംസാക്കനെ പറഞ്ഞാലും ഹാക്കാക്കനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ആ ഇൻഷാ അല്ലാഹ്.